ഹായ്, ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ജഗനെപ്പറ്റി സംസാരിച്ചു നിൽക്കുന്ന ദിയയും ദീപയുമാണ് കാണിക്കുന്നത്. ദീപ പറയുകയാണ്, നീ വിഷമിക്കേണ്ട മോളെ, കാർത്തി അവൻ കൊല്ലാതിരുന്നത് ഭാഗ്യമാണ്. ഇത്തിരി ജീവനുണ്ടെങ്കിൽ അവന്റെ നാശം സംഭവിച്ചിരിക്കും ചേച്ചി. പിന്നെ അവൻ പിടഞ്ഞു തീരുന്നത് നമുക്ക് കാണാം എന്ന് പറയുകയാണ് ദിയ. തുടർന്ന് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ജഗനെ പിടിച്ചു നടത്തുന്ന ബിനുവിനെയാണ്. കുറേശ്ശെ നടക്കുകയാണ് ജഗൻ. പെട്ടെന്ന് പുരോഗമിച്ചല്ലോ അണ്ണാന്ന് ചോദിക്കുകയാണ് ബിനു. അന്നേരം ജഗൻ കൈയൊക്കെ ഒന്ന് നിവർത്തി കാണിക്കുകയാണ്. ബിനു ചോദിക്കുകയാണ്, ആഹാ അത്രയ്ക്കൊക്കെ ആയോ? അതുകൊണ്ടല്ലടാ, തലയ്ക്കല്ലേ പ്രശ്നം, കൈക്കൊന്നും ഒരു കുഴപ്പവുമില്ലല്ലോ. ബിനു പറയുകയാണ്, അണ്ണാ അവന്റെ ആൾക്കാരാരെങ്കിലും ഈ പരിസരത്തുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇതിനകത്തോട്ട് ആരും വരാൻ സാധ്യതയില്ലെന്നും അകത്ത് കിടന്ന് മടുത്തുവെന്നും പറയുകയാണ് ജഗൻ. അണ്ണന്റെ ആളിന്റെ ചേച്ചിയുടെ കല്യാണം അവൻ മുടക്കുമെന്ന് ഉറപ്പാണെന്ന് ബിനു പറയുന്നു. അതാണ് തന്റെയും ഭയമെന്നും അതവൻ തറപ്പിച്ചു പറഞ്ഞിട്ടല്ലേ പോയതെന്നും ചോദിക്കുകയാണ് ജഗൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസിനെ വിളിച്ചു പറയുന്നതാണ് നിവർത്തിയെന്ന് ബിനു പറയുമ്പോൾ ജഗൻ ചോദിക്കുകയാണ്, ഏത് പോലീസിനെയാണ് നമ്മൾ വിളിച്ചു പറയേണ്ടത്? സദാനന്ദനെയും മോനെയും ഒരു ചുക്കും ചെയ്യാൻ ഇവിടത്തെ പോലീസിനൊന്നും കഴിയില്ല. നമ്മളെപ്പോലെ ചങ്കുറ്റമുള്ള ചെറുപ്പക്കാര് പുറത്തുണ്ടെങ്കിലേ ആ കുടുംബത്തിന് രക്ഷപ്പെടാൻ പറ്റുമെന്നും പറയുകയാണ് ജഗൻ. കല്യാണം കഴിഞ്ഞ് 4-5 ദിവസം കൂടി കഴിഞ്ഞാലേ എന്നെ ഇവിടുന്ന് പുറത്ത് വിടൂന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ അവസ്ഥയിൽ പുറത്തു പോയിട്ടും കാര്യമില്ലല്ലോ അണ്ണാന്ന് ചോദിക്കുകയാണ് ബിനു. കുറെ നേരമായില്ലേ അണ്ണ, ഇനി നമുക്ക് അകത്തു പോയി കിടക്കാമെന്ന് ബിനു പറയുമ്പോൾ ജഗൻ പറയുകയാണ്, വേണ്ടടാ, കൈക്കും കാലിനുമൊക്കെ ഒരു രക്ത ഓട്ടമൊക്കെ കിട്ടട്ടെ. അണ്ണന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചാണ് കഴിഞ്ഞ തവണ അവൻ വന്നപ്പോൾ സംസാരിച്ചിട്ട് പോയത്. എന്റെ കഴുത്തിന് പിടിച്ചപ്പോഴും അവന്റെ കൈ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ് ജഗൻ. അണ്ണ, ഇനി നമുക്ക് തിരിച്ചു നടക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും തിരികെ റൂമിലേക്ക് നടക്കുകയാണ്. അതേസമയം ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ജീപ്പിൽ എത്തുകയാണ് കാർത്തിയും കൂട്ടുകാരും. ജീപ്പ് നിർത്തിയ ശേഷം കാർത്തി പറയുകയാണ്, ഇവിടുന്ന് പോയ ഉടനെ ഇങ്ങോട്ട് തിരികെ വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവനെ കാണാൻ എനിക്ക് കൊതിയാകുന്നു. കോമയായി കിടക്കുന്ന ബുള്ളറ്റ് ജഗൻ എന്ന് പറഞ്ഞ് ആർത്ത് ചിരിക്കുകയാണ് കാർത്തി. ഇത്തിരി അവൻ മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ അവനെ ഉടനെ ഫിനിഷ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു തീരുമാനം. പക്ഷേ കൈയോടെ അവനെ കൊല്ലണമെന്നാണ് കാരണവർ പറയുന്നത്. അതുതന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുകയാണ് കൂട്ടുകാർ. ഏതായാലും കല്യാണ ദിവസം വരെ അവന്റെ ആയുസ് നമ്മൾ കൂട്ടിക്കൊടുത്തിരിക്കുകയല്ലേ. കല്യാണം മുടങ്ങിയ ശേഷം അതവനെ അറിയിക്കണം. അത് നമ്മളായിട്ടല്ല, അവന്റെ അനിയത്തി തന്നെ അറിയിക്കണം. അങ്ങനെ അത് അറിയിക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസറുടെ മകൾ വരികയാണെങ്കിൽ അവന്റെ മുൻപിൽ വെച്ച് തന്നെ അവളെ കൊല്ലണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവന്റെ മരണം അവള് നേരിട്ട് കാണട്ടെ. അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് കൂട്ടുകാരോട് ചോദിക്കുകയാണ് കാർത്തി. ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് അവരെല്ലാവരും. അതിനുശേഷം കാർത്തിയും കൂട്ടരും ഹോസ്പിറ്റലിലേക്ക് കടക്കുമ്പോൾ നടന്നുകൊണ്ട് ബിനുവിനെ ജഗനെ പിടിച്ചു നടത്തിക്കുന്ന ബിനു പെട്ടെന്ന് കാർത്തിയെ കാണുകയാണ്. കാർത്തിയെ ജഗന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ ജഗൻ കാർത്തിയുടെ അടുത്തേക്ക് പോകാനായി ശ്രമിക്കുകയാണ്. പക്ഷേ ബിനു ജഗനെ പിടിച്ചു മാറ്റുന്നു. എന്നിട്ട് വാ എന്നും പറഞ്ഞ് മറ്റൊരു റൂമിലേക്ക് മാറുകയാണ്. അതിനുശേഷം കാർത്തിയും കൂട്ടരും അവിടെ നിന്നും കടന്ന് ജഗന്റെ റൂമിലേക്ക് പോവുകയാണ്. ഒളിഞ്ഞു നിന്ന റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന ബിനു ജഗനോട് ചോദിക്കുകയാണ്, അണ്ണന്റെ റൂമിലേക്കാണല്ലോ അവർ പോകുന്നത്. അണ്ണനെ അവരെ കണ്ടില്ലെങ്കിൽ അവർ പ്രശ്നമുണ്ടാക്കില്ലേ? നീ വാ എന്ന് പറഞ്ഞ് ബിനുവിനെ കൂട്ടി വേറെ സ്ഥലത്തേക്ക് മാറുകയാണ് അന്നേരം ജഗൻ. ജഗന്റെ റൂമിലേക്ക് എത്തുന്ന കാർത്തി ഒരു നിമിഷം പേടിക്കുകയാണ്, ജഗനെ അവിടെ കാണാതെ. ഇനി അവൻ ഡിസ്ചാർജായി പോയി കാണുമോ എന്നൊക്കെ തിരക്കുകയാണ് കൂട്ടുകാരോട് കാർത്തി. ഒരുപക്ഷെ അവന്റെ കൂട്ടാളി ബിനു അവനെ ഏതെങ്കിലും ഒളിത്താവളത്തിലേക്ക് ഒളിപ്പിച്ചിട്ടുണ്ടാകുമോ, എങ്കിലവൻ കൂടുതൽ കരുത്തോടുകൂടി തിരിച്ചു വരില്ലേ എന്നൊക്കെ ഭയപ്പെടുകയാണ് കാർത്തി. ഇവിടെ നിന്ന് എന്തായാലും ഈ അവസ്ഥയിൽ അവനെ കൊണ്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ കൂട്ടുകാരൻ പറയുകയാണ്. അന്നേരം കാർത്തി തന്റെ സംശയം പ്രകടിപ്പിക്കുകയാണ്, ഇനി അവന്റെ തളർച്ചയൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവന്റെ അടവാണെങ്കിലോ? എന്തടവാണെങ്കിലും അന്നത്തെ ഇടിയുടെ ആഘാതം വെച്ച് നോക്കുമ്പോൾ കുറച്ചു കാലം അവൻ എഴുന്നേൽക്കത്തില്ല കാർത്തി എന്ന് പറഞ്ഞ് കാർത്തിയെ സമാധാനിപ്പിക്കുകയാണ് കൂട്ടുകാർ. എന്തായാലും വാ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി റൂമിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന കാർത്തിയും കൂട്ടുകാരൻ ഡോക്ടറെ കാണുകയാണ്. അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഓപ്പറേഷൻ തിയേറ്ററിലാണ്. നട്ടെല്ലിന് പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ പുറത്തു കൊണ്ടുവരും. ഇനി അധികകാലമൊന്നും അയാളിങ്ങനെ കിടക്കത്തില്ല. പെട്ടെന്ന് അവനെ ഒന്ന് കൊന്നു കളയരുതേ എന്ന് കാർത്തി പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, അവൻ സംസാരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് അവൻ എന്നോട് എന്നെ പറഞ്ഞേനെ. ആ ഒരു അവസ്ഥ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ബുള്ളറ്റ് ജഗന്റെ ഇപ്പോൾ. വെള്ളമിറങ്ങാതെ ചാകുമെന്ന് കേട്ടിട്ടൊക്കെയുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരുത്തനെ കാണാൻ പറ്റി എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് കാർത്തി. അന്നേരം ബിനു ജഗനെ അവിടേക്ക് കൊണ്ടുവരികയാണ്. ദേ കൊണ്ടുവരുന്നു എന്ന് പറയുകയാണ് ഡോക്ടർ. ജഗന്റെ ആ അവസ്ഥ കണ്ട് ആകെ നിന്ന് ചിരിക്കുകയാണ് കാർത്തി. കാർത്തിയുടെ സന്തോഷ പ്രകടനം കണ്ട് ഡോക്ടർ മനസ്സിൽ കരുതുകയാണ്, കരുത്തനായി കൊണ്ടിരിക്കുവാടാ നിന്റെ കാലനാകാൻ വേണ്ടി.
എന്നെ കൊണ്ടുപോയ ശേഷം കാർത്തി പറയുകയാണ്, എനിക്ക് സന്തോഷമായി ഡോക്ടറെ. അതൊരു വല്ലാത്ത കിടപ്പ് തന്നെയാണ്, ഒരു ഒന്നൊന്നര കിടപ്പ്. അധിക ദിവസം അയാൾ ഇങ്ങനെ കിടക്കില്ലടോ. ഞാൻ പറഞ്ഞില്ലേ, അയാൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിഹസിച്ച് കാർത്തി ചോദിക്കുകയാണ്. അതെ, അത് കേട്ടപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ സിനിമയിൽ നായകനൊക്കെ ചോദിക്കുന്ന ചോദ്യം, കുറച്ച് ദിവസം കൂടി ആയുസ് നീട്ടിക്കൊടുക്കാൻ കഴിയൂ ഡോക്ടറെ എന്ന് സങ്കടമൊക്കെ ഭാവിച്ച് ചോദിക്കുകയാണ് കാർത്തി. കളിയാക്കണ്ടടോ, എല്ലാവർക്കും ഇതുപോലെ ഒരു ദിവസമുണ്ടാകുമെന്ന് പറയുകയാണ് ഡോക്ടർ. ഉണ്ടായിക്കോട്ടെ, ഏതായാലും നമ്മുടെ ദിവസം നമ്മൾ ആഘോഷിക്കണം, ആസ്വദിക്കണം. ഞാൻ ഏതായാലും അവനെ ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങളിവിടെ നിൽക്കുക എന്ന് കൂട്ടുകാരോട് പറഞ്ഞ് ജഗന്റെ മുറിയിലേക്ക് പോവുകയാണ് കാർത്തി. ജഗൻ പോയ ശേഷം കൂട്ടുകാർ ഡോക്ടറോട് പറയുകയാണ്, ഡോക്ടർ വെറുതെ കാർത്തിയെ മെനക്കെടുത്താൻ നിൽക്കണ്ട, ഈ ഹോസ്പിറ്റലൊക്കെ നന്നായി കൊണ്ടുപോകണ്ടേ. അന്നേരം ദേഷ്യപ്പെട്ട് ഡോക്ടർ പറയുകയാണ്, എനിക്കാരെയും പേടിയില്ലടോ. ജഗന്റെ മുറിയിലേക്ക് എത്തിയ കാർത്തി സങ്കടം അഭിനയിച്ച് പറയുകയാണ്, മോനെ ജഗ, നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ ഇങ്ങനെ കിടപ്പായി പോയല്ലോ. ഇനി അധിക നാള് എൻ്റെ അണ്ണനെ കാണാൻ പറ്റില്ല കാർത്തി. അത്രയും ദിവസമെങ്കിലും അണ്ണനൊന്ന് സമാധാനമായി കിടന്നോട്ടെ. അത് കേട്ട് ആകെ ദേഷ്യപ്പെട്ട് ബിനുവിന്റെ കോളറിന് കുത്തിപ്പിടിച്ച് കാർത്തി പറയുകയാണ്, അവന് ഈ രംഗം കഴുത്ത് തിരിച്ച് ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. എന്നിട്ടും സുഖമായിട്ട് ജീവിക്കണമല്ലേ നിന്റെ അണ്ണന്? ഇവൻ പെട്ടെന്ന് മരിക്കാൻ പോകുന്നതിന്റെ സങ്കടത്തിലാണ് ഞാൻ. നരകിച്ച് നരകത്തിലേക്ക് പോകണം ഇവൻ. അത്രയ്ക്കെന്നെ ശല്യം ചെയ്തവനാണ്, കേട്ടല്ലോ എന്ന് പറഞ്ഞ് ബിനുവിന്റെ ഷർട്ടിന്റെ പിടിവിടുകയാണ് കാർത്തി. അതിനുശേഷം ജഗന്റെ അടുത്ത് കസേരയിലേക്ക് ഇരുന്ന ശേഷം കാർത്തി പറയുകയാണ്, മനഃപൂർവ്വം പോയിട്ട് തിരിച്ചു വന്നതാടാ ഞാൻ. എന്താണെന്നറിയില്ല, കാണെ കൊതി കൂടുകയാണ് ഇങ്ങനെ കിടക്കുന്ന നിന്നെ കാണാനായിട്ട്. നിന്നെ ഈ പരുവത്തിലാക്കിയ ശേഷം ഞാൻ നിന്റെ ചേരിയിലേക്കൊക്കെ ഒന്ന് പോയായിരുന്നു. ഇവിടെയുള്ളവരൊക്കെ എന്തു കരച്ചിലാടാ. ശരിക്കും പറഞ്ഞാൽ ആ ചേരി ഭരിക്കുന്ന രാജാവായിരുന്നു നീ. കടലിൽ നിന്ന് മീൻ കോരിക്കഴിഞ്ഞാൽ പിടയ്ക്കുന്ന മീൻ പിടിച്ച് നിന്റെ മുന്നിലേക്ക് വയ്ക്കുന്ന സ്ത്രീകളൊക്കെ കണ്ണീരോട് കണ്ണീരാണ്. അവരൊക്കെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് അവസാനമായിട്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. നിന്നെ അവസാനമായിട്ട് ഞാനൊന്ന് കൊത്തിയരിയും എന്നൊക്കെ പറഞ്ഞ് ജഗന്റെ തലയിൽ തലോടുകയാണ് കാർത്തി. നീ കടലിലെ മീനുകളൊക്കെ ഒരുപാട് തിന്നതല്ലേ, അതുകൊണ്ട് കടലിൽ കിടക്കുന്ന കൊമ്പന്മാർക്ക് നിന്റെ ശരീരം ഒരു ഭക്ഷണമായിക്കൊള്ളട്ടെ. ഇത് കേട്ട് ബിനു പറയുകയാണ്, കാർത്തി, അണ്ണൻ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാണ് വന്നത്, ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നോട്ടെ. വീണ്ടും ബിനുവിന്റെ കഴുത്തിന് പിടിച്ച് കാർത്തി പറയുകയാണ്, വേണ്ട, ഞാനിവനോട് സംസാരിക്കുമ്പോൾ നീ ഇടയ്ക്ക് കയറി സംസാരിക്കണ്ട, കേട്ടല്ലോ. വീണ്ടും ജഗനോട് കാർത്തി പറയുകയാണ്, എടാ, ഞാനൊരു ഗുണ്ടയൊന്നും അല്ലായിരുന്നു. ഇഷ്ടം പോലെ തരികിടകളൊക്കെ കാട്ടിയിട്ടുണ്ടെങ്കിലും ഗുണ്ട എന്ന പേരൊന്നും എനിക്ക് വീണിട്ടില്ല. എന്നാലും അത്യാവശ്യം നല്ല ഗുണ്ടകളൊക്കെ ആയിട്ട് എനിക്കും എൻ്റെ അച്ഛനും ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിലെങ്കിലും നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒന്നും കാണാതെ പോയ ഒരുത്തനാണ് നീ. അതേപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് നീ കുറെ കാലം ജയിലിലായിരുന്നെന്ന്. പിന്നെ നിന്റെ ചരിത്രം ചികഞ്ഞപ്പോൾ ഉള്ളത് പറയാമല്ലോ, നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക്. ആയ നിന്റെ അച്ഛനെയും അമ്മയെയും കൊലയാളികൾ കൊത്തിയെരിഞ്ഞ അന്നു മുതൽ കുറച്ചതല്ലേ നിന്റെ ചങ്ക്. കുറച്ചുകൂടി വളർന്നപ്പോൾ അന്ന് അച്ഛനെയും അമ്മയും തീർത്തവനാണ് നീ. എന്ന് വച്ചാൽ തല്ലിയും കൊന്നും ചോര കണ്ട് അറപ്പുമാറിയവൻ. അങ്ങനെ ഒരുത്തനുമായിട്ട് മല്ലടിക്കാൻ ആർക്കായാലും ഇത്തിരി പേടി തോന്നും. പിന്നെ അങ്ങനെ പേടിക്കാതിരിക്കണമെങ്കിൽ നീ ഈ പരുവത്തിൽ കിടക്കണം എന്ന് പറയുകയാണ് കാർത്തി. പക്ഷെ ഇതൊക്കെ കേട്ട് സഹിച്ചങ്ങനെ കിടക്കുകയാണ് ജഗൻ. എന്നിട്ട് ബിനുവിനോട് പറയുകയാണ്, എടാ അട്ടെ, നമ്മൾ ഈ ജനിക്കുന്ന സമയത്ത് താഴെ കിടന്ന് പിടയത്തില്ലേടാ. ഇനി എഴുന്നേറ്റാലോ 10-90 കഴിയുമ്പോഴാണ് ഈ പരുവത്തിലാകുന്നത്. എന്നാൽ ഇവൻ ഇപ്പോഴേ ഈ പരുവത്തിൽ ആയി. ഇതിനെയാണ് കർമ്മഫലം എന്ന് പറയുന്നത്. എന്നിട്ട് ജഗനോട് പറയുകയാണ്, എടാ, കല്യാണമാടാ കുട്ട, നമ്മുടെ ദീപയുടെ കല്യാണം. അത് നിന്നെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നേരം വന്നത്. എന്തായാലും നീ അതിനു മുൻപ് ചാവില്ല, അവളുടെ കല്യാണം മുടങ്ങുന്നതിന് മുൻപ് എന്ന് പറയുകയാണ് കാർത്തി. ഇവിടെ തമ്പുരാക്കന്മാരായിട്ട് കാർത്തിയും അവന്റെ അച്ഛനും മാത്രം മതി, വേറെ ആരും പൊങ്ങി വരണ്ട, കേട്ടോടാ എന്ന് പറഞ്ഞ് ബിനുവിനെയും ജഗനെയും നോക്കി ചിരിക്കുകയാണ് കാർത്തി. നിനക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ചലിക്കാനും പറ്റുന്നില്ല, പക്ഷെ കേൾവിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. പോകാൻ നേരം എന്തോ മറന്നല്ലോ എന്ന് പറഞ്ഞ് ബിനുവിനെ കവാലത്തിന് അടിക്കുകയാണ് കാർത്തി. അതൊന്ന് പല്ല് കടിച്ചു പിടിച്ച് നോക്കുകയാണ് ജഗൻ. അടിച്ച ശേഷം ചുമ്മാ എന്ന് പറഞ്ഞ് ബിനുവിന്റെ കവിളിൽ തലോടിയിട്ട് പോവുകയാണ് കാർത്തി. കാർത്തി പോയ ശേഷം ചാടി എഴുന്നേൽക്കുകയാണ് ജഗൻ. ദാ എൻ്റെ ഈ ഒരു കൈ മതി അവനെ തീർക്കാനെന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ ബിനു തടുത്തു നിർത്തുകയാണ് ജഗനെ. ഞാൻ പറയുന്നത് കേൾക്കണ്ണ, ഇപ്പോൾ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് ജഗനെ സമാധാനിപ്പിക്കുകയാണ് ബിനു. പുറത്തേക്ക് വന്ന കാർത്തി കൂട്ടുകാരോട് പറയുകയാണ്, എനിക്ക് വലിയ സന്തോഷമായി. കാർത്തി പണി തുടങ്ങിക്കഴിഞ്ഞു. അവന്റെ കൂട്ടാളികളുണ്ടല്ലോ, എല്ലാവരെയും തിരഞ്ഞു പിടിച്ച് തല്ലണം. എല്ലാവരും ഒളിവിലാണെന്ന് പറയുമ്പോൾ കാർത്തി പറയുകയാണ്, കറണ്ട് സുനി, അട്ട ബിനു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവനാണ്.
അവന് ചങ്കുറപ്പ് കൂടുതലാണെന്ന് കൂട്ടുകാരൻ പറയുമ്പോൾ കാർത്തി പറയുകയാണ്, സാരമില്ലടാ, അവന്റെ ചങ്കൊക്കെ നമുക്ക് ഇടിച്ചു വാട്ടാം. അന്നേരം ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ജയലാലിനെ കണ്ട് കാർത്തി പറയുകയാണ്, ദേ വരുന്ന കണ്ടോ പുതുമണവാളൻ. അന്നേരം കൂട്ടുകാരൻ ചോദിക്കുകയാണ്, വെട്ടിക്കൂട്ടട്ടെ എണ്ണ? വേണ്ട, സമയമായിട്ടില്ല എന്ന് പറയുകയാണ് കാർത്തി. ആടാ മോനെ, തല്ലുകൊണ്ടെങ്കിലും നീ ഇപ്പോൾ ശരിയായിട്ടുണ്ട്. അല്ല, ശരിയായതുകൊണ്ടാണല്ലോ അന്ന് പാർക്കിൽ വെച്ച് വില്ലേജ് ഓഫീസറുടെ മകളുമായി മുട്ടിയൊരുമിയിരുന്ന് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ജയലാലിനെ കളിയാക്കുകയാണ് കാർത്തി. നീ അവനെ കാണാൻ വന്നതാണോ? മരിക്കാൻ കിടക്കുന്ന അവനെ കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുകയാണ് കാർത്തി. നീയും നീ കെട്ടാൻ പോകുന്ന പെണ്ണും അനിയത്തിയും അമ്മയും ഒക്കെ അഹങ്കരിച്ചത് അവനെ കണ്ടിട്ടാണ്. എന്നാലിപ്പോൾ ഇതിന് അടിവരയിടാൻ പോവുകയായിരുന്നു. നീ കണ്ടായിരുന്നു അവനെ ഇതിനു മുൻപ്? ഇല്ല, കുറച്ച് സീരിയസ് ആണെന്നറിഞ്ഞു, അതുകൊണ്ടാണ് വന്നത് എന്ന് പറയുകയാണ് ജയലാൽ. സന്തോഷിച്ച് കാർത്തി പറയുകയാണ്, കുറച്ചൊന്നുമല്ലടാ, ഇപ്പോൾ നല്ല രീതിയിലാണ് അവൻ കിടക്കുന്നത്. ഒറ്റകാലിൽ ഇഴയാൻ വയ്യ, തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ പോലും പരസഹായം വേണം. ഞാനൊന്ന് കണ്ടിട്ട് പൊയ്ക്കോളാമെന്ന് ജയലാൽ പറയുമ്പോൾ കാർത്തി ചോദിക്കുകയാണ്, കണ്ടിട്ട് പോണ്ടാന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ കെട്ടാൻ പോകുന്ന ആളെ കൂടി കൂട്ടിക്കൊണ്ടു വരാഞ്ഞതെന്താ? രണ്ടാൾക്കും കൂടി ഒന്നിച്ച് കാഴ്ചകളൊക്കെ കാണാമായിരുന്നല്ലോ. ഞാൻ അയാളെ കാണാൻ വന്നത് അയാളുടെ കിടപ്പ് കണ്ട് ആസ്വദിക്കാനല്ല. നാളെ ഒരു പക്ഷേ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. കാർത്തി ജയലാലിന്റെ തോളിൽ കൈവച്ച് പറയുകയാണ്, ഏതായാലും നിന്റെ കല്യാണം കഴിയുന്നത് വരെ അവനൊന്നും സംഭവിക്കില്ല. കല്യാണം കഴിഞ്ഞ് രണ്ടാൾക്കും കൈകൾ കോർത്തു പിടിച്ച് അവനെ കാണാൻ വരാം. ഇതിന് കഴിയുമോ കാർത്തി എന്ന് കൂട്ടുകാർ കളിയാക്കി ചോദിക്കുമ്പോൾ ആ പുച്ഛഭാവത്തോടു കൂടി തന്നെ കാർത്തി പറയുകയാണ്, എല്ലാം മുകളിലുള്ള ആള് തീരുമാനിക്കും. ജയലാലെ, ഈ ജീവിതമെന്ന് പറയുന്നത് മനസമാധാനത്തോടു കൂടി ജീവിക്കാനുള്ളതാണ്. അവിടെ നമുക്ക് ഭീഷണിയാകുന്നവരെ അടിച്ചൊതുക്കണം, നിശബ്ദരാക്കണം. അത് ഞാൻ ചെയ്തു. ഇപ്പോ നിനക്കും നിന്റെ പുതിയ ബന്ധുക്കൾക്കുമൊക്കെ എതിരാളി ഞാനും എൻ്റെ അച്ഛനും മാത്രമാണ്. ഇപ്പോ ജഗനെ വീഴ്ത്തിയതുപോലെ നീ ഞങ്ങളെയും വീഴ്ത്തിയാൽ ഞാൻ ഈ പറഞ്ഞ സാധനം നിനക്ക് കിട്ടും. സമാധാനമേ, അല്ലെങ്കിൽ നീയൊക്കെ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടമോടും. ദീപയുടെ അമ്മയോടുള്ള വൈരാഗ്യം ഒരു തെറ്റും ചെയ്യാത്ത ദീപയോട് നീ തീർത്തില്ലേ? ഒരു പെൺകുട്ടിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ നിങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുകയാണ് ജയലാൽ. അതെ, ഉണ്ടാക്കി. എന്നിട്ടും അവൾ പുറത്തിറങ്ങി കോളേജിൽ വന്ന് പഠിച്ചു. പക്ഷെ അതിന് നിമിത്തം നീ ആടാ? ഒറ്റ ഒരുത്തൻ മാത്രമാണ്. അവൾക്കില്ലാത്ത ധൈര്യമൊക്കെ നീ പകർന്നു കൊടുത്തു. അതുമാത്രമല്ല, ചതിയിൽപ്പെട്ട അവളെ ഏതൊരാണും കല്യാണം കഴിക്കാൻ അറക്കില്ലേ? പക്ഷെ നീ അതും ചെയ്യാൻ പോകുന്നു. അല്ലെങ്കിൽ ഇവനൊക്കെ ഒരാണാണോ അണ്ണാന്ന് ചോദിക്കുകയാണ് കാർത്തിയുടെ കൂട്ടുകാരൻ. കാർത്തി പറയുകയാണ്, അതിലെനിക്കും സംശയമുണ്ട്. അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും മാറാരോഗം കാണും. അത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവൻ ഈ മുൾക്കിരീടം തലയിലേക്ക് ചൂടാൻ പോകുന്നത്. കാർത്തി പറയുകയാണ്, എടാ, ഇനി വെട്ടി തുറന്നങ്ങ് പറയാം. അവള് വളരെ നല്ല കുട്ടിയാണ്. മോശം അവളുടെ അമ്മയും അനിയത്തിയുമാണ്. അവര് ചെയ്ത പാപത്തിന്റെ പങ്ക് അവര് പറ്റുന്നു, അത്രയുള്ളൂ. ഞാനെന്നാ പൊയ്ക്കോട്ടെ എന്ന് ജയലാൽ ചോദിക്കുമ്പോൾ കാർത്തി പറയുകയാണ്, നിക്ക്, കണ്ടു കഴിയുന്ന നിന്നെ കാത്ത് ഇനി ഞങ്ങൾ നിൽക്കണോ? തൽക്കാലം ഞങ്ങൾ നിൽക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, എന്നെയും എൻ്റെ അച്ഛനെയും തോൽപ്പിച്ചിട്ട് നിനക്ക് ഈ നാട്ടിൽ നിൽക്കാൻ കഴിയില്ല. നീ അന്യനാട്ടുകാരനാണ്. പക്ഷെ നിന്റെ ഷോറൂം ഇവിടെയാണ്. അതോർക്കാതെയാണ് നീ വേണ്ടാത്ത പണിയൊക്കെ കാണിക്കുന്നത്. എങ്കിൽ ചെല്ലടാ, ചെന്ന് കണ്ടിട്ട് അവൻ്റെ ശരീരവും മുഖവുമൊക്കെ മനസ്സിൽ പതിപ്പിച്ചിട്ട് വാ. ഇനിയൊരു പക്ഷേ അവന് ജീവനോടെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.